ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ ഈ ഒരു വക്കിൽ ഒരുപാട് അഴുക്ക് വരാറുണ്ടല്ലേ. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു എളുപ്പവിദ്യയാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പഴയ ടൂത്ത് ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു സോക്സ് കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു സോക്സിലേക്ക് ഞാൻ ഈ ടൂത്ത് ബ്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ സോക്സ് ഉള്ളിലോട്ടൊക്കെ നന്നായി ഇത് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ലിക്വിഡ്, പ്രത്യേകിച്ച് നാരങ്ങ നീര്, അതുപോലെ തന്നെ നമ്മുടെ വിനാഗിരി, ബേക്കിംഗ് സോഡ ഇവയെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് സാധാരണ ഒരു ലിക്വിഡ് ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡോറിൻ്റെ ബ്ലാക്കൊക്കെ ക്ലീൻ ആവാൻ. അപ്പോൾ ഇത് അതുപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിൽ മുക്കിയതിന് ശേഷം ഈ ഒരു ഇതിൽ പെർഫെക്ഷനിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു ചളി കണ്ടോ, ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ചളി കാണുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ചളി മാറ്റാൻ സാധിക്കും. ഒന്നുകിൽ ഇതുപോലെ ഈ ഒരു ബ്രഷിൽ ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ ബ്രഷ് കൊണ്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചീർപ്പാണ് കേട്ടോ. ഇതുപോലെ ഏതെങ്കിലും ഒരു ചീർപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മുടെ ഈ സോക്സിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സോക്സിലേക്ക് കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യമായി നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് ഇതുപോലെ ബ്രഷ് ഇതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. കയറ്റി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് തീർച്ചയായും അടിഞ്ഞു കൂടിയിട്ടുള്ള അണുക്കളൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് പോക്കാൻ സാധിക്കും. ഇത് കണ്ടോ, നന്നായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കണ്ടോ, ഇതൊന്ന് പൊടി വീഴുന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അടങ്ങിയിട്ടുള്ള ആ ഒരു പൊടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് വരുത്തിക്കാനൊക്കെ ഇതുപോലെ ഒരു പഴയ സോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ലിക്വിഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം ബ്രഷ് കൊണ്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു സോക്സിൽ ഒരു ചീർപ്പ് ഉപയോഗിച്ച് ഇനി നിങ്ങൾക്ക് ലിക്വിഡ് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ല വൃത്തി ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയൊക്കെ ക്ലീൻ ചെയ്യാൻ പലർക്കും മടിയാണ്. പ്രത്യേകിച്ച് ചൂലൊന്നും ആ ഭാഗത്തേക്ക് എത്തിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഒരു ഹാങ്കർ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സോക്സ് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. പഴയ സോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു ഓപ്പണിംഗ് വരുന്ന പോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ഓപ്പണിംഗ് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹാങ്കറിലേക്ക് ഒന്ന് ശരിക്കും ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ട് സൈഡ് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം. രണ്ട് ഭാഗത്തും നമുക്ക് സോക്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സൈഡ് ആണെങ്കിൽ ഒരു സൈഡ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൻ്റെ ഈ അടിഭാഗത്തൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നന്നായി തട്ടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉള്ളിലുള്ള ചളിയൊക്കെ പുറത്തേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നന്നായി ഇത് ഉള്ളോട്ടേക്ക് പോകും. പ്രത്യേകിച്ച് സ്റ്റാൻഡ് ഇല്ലാത്ത ഫ്രിഡ്ജ് കൂടിയാണെങ്കിൽ നമുക്കിത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ അടിയിലുള്ള ചളിയൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നനച്ച് തുടയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ അടിയിലുള്ള ചളിയൊക്കെ ഇതുപോലെ സോക്സിലൊക്കെ നന്നായി പറ്റിപ്പൊട്ടുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.